ദാമ്പത്യ പ്രശ്നങ്ങൾ കാരണം വീടുകളിൽ നരകയാതന അനുഭവിക്കുന്ന ഒട്ടേറെ സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഭർത്തൃവീട്ടുകാരുടെ ക്രൂരതയിൽ ആത്മഹത്യ ചെയ്യുന്നവരിലും ഭർത്താവിൻ്റെ കൊലക്കത്തിക്കിരകളാകുന്നവരിലും കൂടുതലും ദുർബലരായ സ്ത്രീകളാണ്. എന്നാൽ കണ്ണൂർ കരിവെള്ളൂരിൽ ഒരു പോലീസുകാരിയാണ് കുടുംബ പ്രശ്നത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇര. കാസർഗോഡ് ചന്ദേര പോലീസ് സ്റ്റേഷനിലെ CPO ദിവ്യശ്രീയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി. സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട ഭർത്താവ് രാജേഷിനെ പിന്നീട് പോലീസ് പിടികൂടുകയും ചെയ്തു. ദാമ്പത്യ തർക്കങ്ങളെ തുടർന്ന് ഇരുവരും കുറേ നാളുകളായി വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു. വൈകിട്ട് 5:30 കരിവെള്ളൂർ പലിയേരിക്കോവലിലെ വീട്ടിലായിരുന്നു നാടുനടുക്കിയ സംഭവം. ചന്ദേര പോലീസ് സ്റ്റേഷനിലെ CPO ആണ് കൊല്ലപ്പെട്ട ദിവ്യശ്രീ. ഇവർക്ക് 34 വയസ്സായിരുന്നു. ഭർത്താവ് രാജേഷ് വീട്ടിലെത്തി യുവതിയെ വെട്ടിക്കൊലപ്പെടുത്തി. ആക്രമണം തടയാൻ ശ്രമിച്ച ദിവ്യശ്രീയുടെ അച്ഛൻ വാസുവിനും ഗുരുതരമായി പരിക്കേറ്റു. വാസുവിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ദിവ്യശ്രീക്കും രാജേഷിനുമിടയിൽ മാസങ്ങളായി കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. കണ്ണൂർ കുടുംബ കോടതി ഇവരുടെ വിവാഹമോചന കേസ് പരിഗണിച്ചതിന് പിന്നാലെയാണ് രാജേഷ് വീട്ടിലെത്തി കൊലപാതകം നടത്തിയത്. ദിവ്യശ്രീ ശബരിമല ഡ്യൂട്ടിക്കായി രാത്രി 7 മണിക്ക് പോകാനിരിക്കെയായിരുന്നു കൊലപാതകം. ജില്ലാ പോലീസ് മേധാവി, ക്രൈംബ്രാഞ്ച് DYSP എന്നിവർ ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കരിവെള്ളൂരിലെത്തി പരിശോധന നടത്തി. നേരത്തെയും രാജേഷ് ഭാര്യയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിവരം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. News 18 കണ്ണൂർ.